ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശിവഗിരി ശിഖരാഗിരി ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജന നികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നവമി നാരായണാക്ഷി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ചാനലിലൂടെ പരിശോധിക്കുന്നത് സമ്പൂർണമായ വാരഫലമാണ്. 2026 മെയ് മാസം 10-ാം തീയതി മുതൽ മെയ് മാസം 16-ാം തീയതി വരെയുള്ള സമ്പൂർണമായ വാരഫലം. നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോകൾ വ്യത്യസ്തമായിട്ട് ഓരോ രാശി തിരിച്ചും അതിൽ തന്നെ ഓരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകമായി തന്നെ ഈ വീഡിയോയിലൂടെ ആഴ്ചഫലത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം. കമൻറ്റും ലൈക്കും തരാൻ മറക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഒരാഴ്ചക്കാലം നിങ്ങളുടെ ജീവിത ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഈ വാരം ജ്യോതിഷപരമായി വളരെ നിർണായകമായൊരു സമയമാണ്. ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ നിങ്ങളുടെ രാശിയിലും അതിലുപരി നിങ്ങൾ ജനിച്ച നക്ഷത്രത്തിലും എന്തൊക്കെ ഫലങ്ങളെ നൽകുന്നു എന്ന് നമ്മൾ ഇതിലൂടെ പരിശോധിക്കുകയാണ്. അത് ആഴത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ്. പലപ്പോഴും നമ്മൾ രാശിഫലം മാത്രം നോക്കി പറയാറുണ്ട്. എന്നാൽ ഒരു രാശിക്കുള്ളിലെ 3 നക്ഷത്രങ്ങൾക്കും 3 വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഈ ആഴ്ച ഉണ്ടാകുക. അതുകൊണ്ട് ഓരോ രാശിക്കാരും തങ്ങളുടെ നക്ഷത്രഫലം കൂടി ശ്രദ്ധാപൂർവം കേൾക്കുക. വരും വാരത്തെ കരുതലോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില പരിശോധിച്ചാൽ ചന്ദ്രൻ കുംഭൻ രാശിയിൽ നിന്നും മീനം മേടം വഴി ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണിത്. വ്യാഴം മിഥുനൻ രാശിയിലും ശനി കുംഭത്തിലും തുടരുകയാണ്. ഈ ആഴ്ചയിലെ പ്രധാന ഊർജം എന്ന് പറയുന്നത് കർമ്മമണ്ഡലത്തിൽ പുതിയ വെല്ലുവിളികൾ വരാമെങ്കിലും ബുദ്ധിപൂർവമായ ഇടപെടലുകൾ വഴി ഇവയെല്ലാം അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ക്ഷമ എന്നതാണ് ഈ വാരത്തിലെ വിജയമന്ത്രം. അതുകൊണ്ട് തന്നെ ക്ഷമ ഒരു മന്ത്രമായി സ്വീകരിച്ച് ജീവിതചര്യയാക്കാൻ എല്ലാവരും എപ്പോഴും ശ്രമിക്കുന്നത് നന്നായിരിക്കും. നക്ഷത്രഫലവും രാശിഫലവും പരിശോധിച്ചു നോക്കാം. മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികക്കാലാണ്. മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്രമായ ഒരു ഫലത്തെ ലഭിക്കുന്ന ആഴ്ചയാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആവേശമുണ്ടാകുന്നൊരു സമയമാണ്. അതിൽ തന്നെ അശ്വതി നക്ഷത്രമെന്ന് പറയുന്നത് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്ന ഒരു സമയത്തിലേക്ക് കിടക്കുകയാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കുമെന്നാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഫലം സൂചിപ്പിക്കുന്നത്. ഭരണി നക്ഷത്രത്തിലാണെങ്കിൽ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ വരാതെ നോക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. മേടൻ രാശിയിൽ വരുന്ന കാർത്തിക കാൽഭാഗത്തിന് പൊതുവെ പറയുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായി വരികയാണ്. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് ഈ രാശിയിൽപ്പെട്ട മുഴുവൻ നക്ഷത്രങ്ങൾക്കും നല്ല ഫലത്തെ നൽകും. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് ഇടവൻ രാശി നക്ഷത്രങ്ങളാണ്. അതിൽ തന്നെ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര, മര ഇവയാണ് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമാണ് നിങ്ങൾക്ക്. എങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം തേടുന്നത് എപ്പോഴും നിങ്ങൾക്ക് നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത്. ഈ ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ ഭാഗത്തിന് വീട് പണി പൂർത്തിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ വലിയ ശ്രദ്ധ വേണ്ട സമയമാണ്. രോഹിണി നക്ഷത്രത്തിലാണെങ്കിൽ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് വലിയ അവസരങ്ങൾ വന്നെത്തുമെന്ന് കാണുന്നുണ്ട്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. മകൈരം അരഭാഗം, ആദ്യ ഭാഗത്തിനാണെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. പുതിയ വാഹന ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നതും വെളുത്ത പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും നിങ്ങൾക്ക് നല്ല അനുഭവത്തെയും ഫലത്തെയും കൊണ്ടെത്തരുമെന്നാണ് പറയാനുള്ളത്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് മിഥുനൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. മകൈരമര, തിരുവാതിര, പുണർതം, മുക്കാൽ ഇവയാണ് മിഥുനൻ രാശി നക്ഷത്രങ്ങൾ. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നൊരു സമയമാണ്. ഇതിൽ മകൈരം അവസാന 2 പാദങ്ങൾ എന്ന് പറയുമ്പോൾ
സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. തിരുവാതിര നക്ഷത്രത്തിലാണെങ്കിൽ എഴുത്തുകാർക്കും വിദ്യാർത്ഥികൾക്കും മികച്ച സമയമാണ്. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. പുണർതം മുക്കാൽ ഭാഗം ദൂരയാത്രകൾ വേണ്ടിവരും. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ബുധനാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഈ രാശിയിൽപ്പെട്ട മുഴുവൻ നക്ഷത്രക്കാർക്കും വലിയ ഫലത്തെ നൽകുമെന്നാണ് പറയാനുള്ളത്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടകൻ രാശി നക്ഷത്രങ്ങളാണ്. പുണർതം കാൽഭാഗം, പൂയം, ആയില്യം ഇവയാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിന് അല്പം അസ്വസ്ഥത തോന്നാവുന്ന ഒരു വാരമാണിത് കേട്ടോ. ധ്യാനവും പ്രാർത്ഥനയും ശീലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇതിൽ പുണർതം കാൽഭാഗം എന്ന് പറയുന്നത് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. പൂയം നക്ഷത്രത്തിനാണെങ്കിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുമെന്നാണ് കാണുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളൊക്കെ തന്നെ കടന്നു വരികയാണ്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ആരെയും അന്ധമായി വിശ്വസിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാമ്പത്തിക ഇടപാടുകൾ ജാഗ്രത വേണ്ട സമയമാണ് കേട്ടോ. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ഇളനീർ അഭിഷേകം നടത്തുന്നത് ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വലിയ ഫലത്തെ നൽകുന്നതാണ്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് ചിങ്ങൻ രാശി നക്ഷത്രങ്ങളാണ്. മകം, പൂരം, ഉത്രം കാൽഭാഗമാണ് ചിങ്ങൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുന്ന ആഴ്ചയാണിത് കേട്ടോ. ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മകം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് കാണുന്നത്. പൂരം നക്ഷത്രത്തിലാണെങ്കിൽ പ്രണയകാര്യങ്ങളിൽ വിജയമുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ വലിയ മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഉത്രം കാൽഭാഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നാണ് പറയാനുള്ളത്. മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും. ദിവസവും ആദിത്യ ഹൃദയം ജപിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാക്കും. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കന്നിരാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയാര ഇവയാണ് കന്നിരാശി നക്ഷത്രങ്ങൾ. ചിട്ടയായ ജീവിതശൈലി ഈ ആഴ്ച നിങ്ങൾക്ക് വലിയ വിജയങ്ങളെ നൽകുമെന്നാണ് കാണുന്നത്. ഇതിൽ ഉത്രം മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയമാണ്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തം നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുമെന്നും കാണുന്നുണ്ട്. ചിത്തിര അരഭാഗത്തെ സംബന്ധിച്ചാണെങ്കിൽ പുതിയ വീട് വാങ്ങാനോ സ്ഥലം വാങ്ങാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കുമെന്നാണ് കാണുന്നത്. ബുധനാഴ്ച ശ്രീകൃഷ്ണൻ്റെ തുളസിമാല സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വലിയ ഫലത്തെ നൽകും. തുലാൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത്. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ ഭാഗം ഇവയാണ് തുലാൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു വാരമായിരിക്കും. പങ്കാളികളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതിൽ തന്നെ ചിത്തിര അവസാന പാദത്തെ സംബന്ധിച്ചാണെങ്കിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല ഉത്തരവുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യം ഉണ്ടാകും. ചോതി നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും. തീർത്ഥയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തെ പറയുകയാണെങ്കിൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ട സമയമാണ്. പണം കടം കൊടുക്കുന്നത് ഈ ആഴ്ച ഒഴിവാക്കേണ്ട കാര്യമാണ്. ദേവീക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ അർച്ചന നടത്തുന്നത് നിങ്ങൾക്ക് വലിയ നേട്ടത്തെ കൊണ്ടുതരുമെന്ന് പറയുന്നു. വീണ്ടും പരിശോധിക്കാം വൃശ്ചികൻ രാശി നക്ഷത്രങ്ങൾ. വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. കഠിന പ്രയത്നം ആവശ്യമായൊരു വാരമാണ്. ശത്രുശല്യം ഉണ്ടാകാമെങ്കിലും തളരരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിൽ തന്നെ വിശാഖം കാൽഭാഗം എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ നേരിടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പരീക്ഷകളിൽ വിജയമുണ്ടാകും. അനിഴ നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങുമെന്ന് കാണുന്നുണ്ട്. വീട് പുതുക്കിപ്പണിയാനും ഒരു സാധ്യതയുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. ശനിയാഴ്ച ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഫലത്തെ നൽകും. ധനുരാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത്. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗമാണ് ധനുരാശി നക്ഷത്രങ്ങൾ. ഭാഗ്യം കൂടെയുള്ള ഒരു വാരമാണ്. മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും ഈ ആഴ്ച നടപ്പിലാക്കും എന്നാണ് കാണുന്നത്. മൂലനക്ഷത്രത്തിലാണെങ്കിൽ സാമ്പത്തിക നില ഭദ്രമാകുമെന്ന് കാണുന്നുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. എല്ലാ കാര്യത്തിലും അനുകൂലമായൊരു സമയമാണ് എന്ന് പറയാം. പൂരാട നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് നിന്ന് ശുഭവാർത്തകൾ ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. പ്രശസ്തിയും വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട്. ഉത്രാടം കാൽഭാഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബാംഗങ്ങളുമായി വിനോദയാത്രകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. മനസ്സിൽ സന്തോഷം നിറയും.
വ്യാഴാഴ്ച ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞപ്പൂക്കൾ അർപ്പിക്കുന്നത് എല്ലാവർക്കും വലിയ ഫലത്തെ നൽകുമെന്നാണ് പറയാനുള്ളത്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നു മകരൻ രാശി നക്ഷത്രങ്ങൾ. ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം അര ഇവയാണ് മകരൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ വളരെ കരുതൽ വേണ്ട ഒരാഴ്ചയാണിത്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഉത്രാടം മുക്കാൽ ഭാഗത്തെ സംബന്ധിച്ചാണെങ്കിൽ ജോലിയിൽ സമ്മർദ്ദം കൂടും. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടരുത്. തിരുവോണ നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ കാര്യത്തിൽ ആശങ്കകൾ മാറിക്കിട്ടുമെന്നാണ് പറയാനുള്ളത്. അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുമെന്നാണ് കാണുന്നത്. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക. ശനിയാഴ്ച ശാസ്താവിന് നീരാജനമർപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഫലത്തെ നൽകും. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കുംഭൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അവിട്ടം അര, ചതയം പൂരുരുട്ടാതി മുക്കാൽ ഭാഗമാണ് കുംഭൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ രാശിനാഥനായ ശനിയും സ്വന്തം രാശി നിൽക്കുന്നതിനാൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവിട്ടം വരഭാഗത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. രാഷ്ട്രീയക്കാർക്ക് മികച്ച വിജയം ലഭിക്കുന്ന സമയമാണ്. ചതയ നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കും എന്നാണ് കാണുന്നത്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും എന്ന് കാണുന്നുണ്ട്. ഉരുട്ടാതി മുക്കാൽ ഭാഗത്തെ സംബന്ധിച്ചാണെങ്കിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബന്ധുക്കളുമായി അകൽച്ച വരാതെ നോക്കേണ്ടത് അനിവാര്യമാണ്. ശനിയാഴ്ച ഉമ്മങ്കായോ വെള്ളമോ ഉപയോഗിച്ച് കിഴികെട്ടി എള്ളെണ്ണയിൽ കത്തിക്കുക എന്നുള്ളതാണ് ഈ ശാസ്താക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഒരു പ്രധാന വഴിപാട്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് മീനൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. പൂരുരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. മാനസികമായ സമാധാനം ലഭിക്കുന്ന ഒരു വാരമാണിത്. പുതിയ പഠനത്തിന് തുടക്കം കുറിക്കാൻ നല്ല സമയമാണ്. പൂരുരുട്ടാതി കാൽഭാഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർഗാത്മക കഴിവുകൾ അംഗീകരിക്കപ്പെടുമെന്ന് കാണുന്നുണ്ട്. വരുമാനത്തിൽ വർധനമുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ തടസ്സങ്ങൾ നീങ്ങുമെന്ന് കാണുന്നുണ്ട്. കോടതി കാര്യങ്ങൾ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം എന്നും കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമെന്ന് കാണുന്നുണ്ട്. മനസ്സിന് സമാധാനം ലഭിക്കുന്ന വാർത്തകളെത്തും. വിഷ്ണുക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ മീനൻ രാശി നക്ഷത്രങ്ങൾക്ക് പ്രധാനമായും നേട്ടത്തെ ഉണ്ടാക്കാനുള്ള ഒരു വിധി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷം എന്നതൊരു മാർഗനിർദ്ദേശം മാത്രമാണ്. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ ഫലത്തെ നിർണ്ണയിക്കുന്നത്. ഈ വാരഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓർക്കുക, 2026 മെയ് മാസം 10 തീയതി മുതൽ 16 വരെയുള്ള ഈ കാലയളവിൽ അമിതമായ ആവേശം കുറച്ച് വിവേകത്തോടെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ വിജയം അത് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നക്ഷത്രങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വാരഫലത്തിനായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരാഴ്ച ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.